ഞങ്ങള് നൃത്തം കളിക്കാൻ പോവാ. നൃത്തം കണ്ടോ? ബാക്കി ശേഷം സ്ക്രീനിൽ. GTA, let's party up. I wanna party. അരുൺ അങ്ങനെ ദേഷ്യം വരുന്ന ആളാണ്. സെയിം തന്നെ. അവൻ ഭയങ്കര പാവം. അവനൊരു പളുങ്ക് പാത്രം ഹാൻഡിൽ ചെയ്യുന്ന പോലെ ചെയ്യണം, ഇല്ലേ അവൻ താഴെ വീട് ഉടഞ്ഞു പോകും. They are so match made in heaven. രണ്ടുപേരും അടിപൊളി പെയറാണ്. നമ്മൾ പേഴ്സണലി ഞാനും ഷിറ്റും രണ്ടുപേർക്കും നല്ല ഒരു ഫാമിലി ലൈഫ് വിഷ് ചെയ്യാണ്. ആദ്യ സീസണും പരിപാടിയുടെ അവതാരകരുമായ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ജീവ ജോസഫിനെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുക എന്ന ആപ്തവാക്യം നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് DK Tales എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഉടമയും ദീപയുടെ ഹസ്ബൻഡും ഉടൻപണം എന്ന് പറഞ്ഞ ജനഹൃദയങ്ങളിൽ ജനങ്ങൾ ഏറ്റെടുത്ത ഷോയുടെ പാർട്ടിസിപ്പന്റുമായ പ്രിയപ്പെട്ട കുട്ടുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കിച്ചുവിന്റെയും ഫാമിലിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ കല്യാണ ദിവസം അടിച്ചു പൊളിക്കാനെത്തിയ അരുണിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും രണ്ട് ഫാമിലിയുടെ പേരിലും ഞങ്ങള് 3 ആങ്കേഴ്സിന്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ, എന്ത് പറഞ്ഞാലും കൈയടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ കാത്തിരുന്ന ദിവസമാണ്, അരുണിന്റെ കല്യാണ ദിവസമാണ്. അരുണിന്റെ കല്യാണ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ്. അരുണിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ അരുണിന്റെ കമ്പനി ഇലൂമിനാറ്റികൾ കുറച്ചധികം ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. അരുണിന്റെ ഫുൾ ഡീഡോസിലെ കംപ്ലീറ്റ് ആൾക്കാരെയും അരുണിന്റെയും കിച്ചുവിന്റെയും പേരിൽ ഞങ്ങൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ചേർന്ന് ഡീഡോസ് ഇലൂമിനാറ്റീസിന് നല്ലൊരു കൈയടി കൊടുത്തേ. അത് മാത്രമല്ല, അരുണിന്റെയും കിച്ചുവിന്റെയും മമ്മീസ് ആൻഡ് ഡാഡീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഈ അലങ്കോല പരിപാടികൾ നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് അരുണിന്റെ ഡാഡിയും മമ്മിയും അതേപോലെ തന്നെ കിച്ചുവിന്റെ ഡാഡിയും മമ്മിയും ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് നമ്മളൊരു ജീവിതം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഉച്ചയ്ക്ക് മധുരം കഴിച്ചാൽ നിങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് മധുരം കഴിക്കണം. നല്ലൊരു കേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, കേക്ക് കട്ട് ചെയ്യാൻ ഫ്രണ്ടിലേക്ക് കയറി വരും.
We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച അരുണും അഞ്ജുനും കേക്ക് കട്ട് ചെയ്ത് മധുരം കഴിച്ച് ഈ ഒരു ജീവിതം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ അരുണിന്റെ ഡാഡിയും മമ്മിയും ആരെങ്കിലും ഒരാൾ ഒരു നല്ല അനുഗ്രഹപരമായ 2 വാക്ക് സംസാരിക്കണമെന്ന് ഞാനൊരു വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കേക്ക് മൈക്ക് കൈമാറാണ്. കഴിഞ്ഞ ദിവസം വരെ അതിന്റെ ഡാഡി പറഞ്ഞോളൂ, ഇന്ന് ഡാഡി കംപ്ലീറ്റ് പോയി അടിക്കുന്നത്. ഡാഡിന്റെ ഡാഡി ഉണ്ട്. ഡാഡി 2 വാക്ക് അനുഗ്രഹിച്ചു. എന്താണ്? ഹലോ, എൻ്റെ മോൻ്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് ഈ വിവാഹ ആഘോഷത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം ചെയ്യുന്നു. അപ്പൊ മമ്മിക്ക് മൈക്ക് കൊടുത്തില്ലെങ്കിൽ മമ്മിക്ക് ചിലപ്പോൾ വിഷമമില്ല, ഉറപ്പാണ് സത്യം. ഇനി അരുണിനും കിച്ചുവിനും നിങ്ങളൊരു അനുഗ്രഹം, ഒരു ആശംസ, പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ അനുഭവത്തിന്റെ താഴെ വെറുതെ ചെയ്യുന്നുണ്ട്. അരുണും കിച്ചുവിനും എല്ലാവരും ഭാവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതും എല്ലാ നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ചെക്കന്റെ വീട്ടിലെ കലാപരിപാടികളാണ്. തീർച്ചയായിട്ടും ഇനി ഇവിടെ അങ്ങോട്ട് ഈ ഒരു കംപ്ലീറ്റ് സ്റ്റേജിലെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് കുക്കുവാണ്. കുക്കുവിന് വലിയ ഇല്ല, എനിക്കൊരു കാര്യം പറയാൻ ചെയ്യാം. നമ്മളിവിടെ സംസാരിച്ചു, അരുണിനെ പറ്റി സംസാരിച്ചു, അഞ്ജുനെ പറ്റി സംസാരിച്ചു, ഡാഡി മമ്മിയൊക്കെ സംസാരിച്ചു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അരുണായിട്ട് ആത്മബന്ധമുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അരുണിന്റെ ഈ കല്യാണത്തിന് ഒരുപാട് ആൾക്കാർക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാവരുടെയും മനസ്സിലെ ഏറ്റവും നല്ല ഒരു ഓർമ്മ നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കിച്ചുവിനെ പറ്റിയും അരുണിനെ പറ്റിയും നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ദമ്പതികളുടെ 2 വാക്കിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യം തന്നെ അരുണിന് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്ന് നമുക്ക് കാതോർക്കാം. അവന് തീരെ ടെൻഷൻ ഇല്ല കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെയും കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും വീട്ടിലേക്ക് ഞാൻ ആദ്യം തന്നെ സ്വാഗതം പറയുകയാണ്. ഇവിടെ ഒരു സ്വാഗതത്തിന്റെ ആവശ്യം നമുക്കില്ല, കാരണം നമ്മളൊരു ഫാമിലിയാണ്. ഇവിടെയുള്ള എല്ലാവരും 20-25 പേരാണ് ഇവിടെ ഉള്ളത്. അവരെല്ലാവരും എൻ്റെ ഫാമിലി പോലെ തന്നെ ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒരു ഫാമിലി പോലെ കാണാം. എനിക്കറിയാം എന്നേക്കാൾ കൂടുതൽ ഈ കല്യാണം ഇവിടെ ആഗ്രഹിച്ച ഒരു പക്ഷെ നിങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് വന്ന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഒരു വട്ടം കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഇനി അപ്പൊ എന്തായാലും കിച്ചുവിന് എന്തെങ്കിലും ഒരു ഓർമ്മയോ എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. ആ സ്വീറ്റ് വോയിസ് ഒന്ന് കേൾക്കാൻ ഞങ്ങളിങ്ങനെ പറഞ്ഞോളൂ. അത് അരുണിന്റെ വിജയം. ഓക്കെ, ഇനി നമുക്ക് വൈൻ ടോസ്റ്റ് ചെയ്യണം. അരുണിനെ പറ്റിയോ അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയോ ഒക്കെ നമ്മളോട് വളരെയധികം സംസാരിക്കാൻ വ്യക്തിഗത പോകുന്നുണ്ട്. ഇവിടെ ഒരാള് ചുപ്പയിട്ട് കറങ്ങിയിട്ടുണ്ട്. എന്തോ ജ്യൂസുമായിട്ട് പുറത്തേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു. നല്ല കൈഡ് കൊടുത്താൽ എന്തോ ഇവിടെ വരും. എന്തുകൊണ്ടും ഈ വൈൻ ഇവർക്ക് കൊടുക്കാൻ അനുയോജ്യനായിട്ടുള്ള ഒരാളാണ് എൽഡോ. വികാരനിർഭരമായി എന്തോ നടന്നു വരുന്നത് കണ്ടോ. തീർച്ചയായിട്ടും 2 വാക്കുകളെ പറ്റി പറഞ്ഞത്.
very respected family members, friends, dear couple, എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ആശംസിക്കുന്നു. എനിക്ക് അരുണിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത് അരുണിന്റെ മനസ്സിൽ കുറെ നന്മകളുള്ള ഒരാളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും അവർ ഇന്ന് തുടങ്ങുന്ന ഒരു ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഒരു ഉറപ്പ് അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെല്ലാം വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ട് സംസാരിച്ച് പോയതിന് ശേഷം ഇപ്പൊ ഞാൻ ജീവയെ ഇവിടെ വെച്ച് കണ്ട് സംസാരിച്ചു, ഞാൻ വീട്ടിൽ പോകുന്നു, ജീവ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ജീവയ്ക്ക് എനിക്ക് ജീവയെ പറ്റി എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ജീവ ഇല്ലാത്ത സമയത്ത് ഓർക്കാൻ പറ്റുന്നതോ ജീവയ്ക്ക് ഞാനില്ലാത്ത സമയത്ത് ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ അവർക്ക് അല്ലാണ്ട് എന്നെ പറ്റി ഓർക്കാൻ പറ്റുന്നതോ ഉണ്ടെങ്കിൽ അതാണ് വ്യക്തിത്വം എന്നാണ് വലിയ വലിയ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യമൊക്കെ അരുണിന്റെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമാണ്. ജീവിതത്തിൽ നമ്മൾ സാധാരണ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അഹങ്കാരം കൂടുക ചെയ്യുന്നത്. പക്ഷെ അരുണിന്റെ കേസിൽ നേരെ റിവേഴ്സ് ആണ് ഈ പ്രോസസ് എല്ലാം നടക്കുന്നത്. അരുണിന്റെ ഒരു പേഴ്സണൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു എക്സ് ആക്സിസ് ടു വൈ ആക്സിസ് വരയ്ക്കുമ്പോൾ അരുണിന്റെ അച്ചീവ്മെന്റ്സ് വേഴ്സസ് നമ്പർ ഓഫ് ഇയേഴ്സ് വരയ്ക്കുമ്പോൾ അരുണിന്റെ ജീവിതത്തിന്റെ ഒരു ഉയർച്ചയുടെ ഒരു പ്രധാന കാരണം അവൻ കൂടെയുള്ള ടീമിനെ എപ്പോഴും കൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണ്. കൂടെയുള്ളവരുടെ കഴിവുകൾ മനസ്സിലാക്കി, കൂടെയുള്ളവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു സുഹൃത്താകാം, ഒരു മെന്ററാകാം, ഒരു ഫ്രണ്ട് ആകാം, ഒരു പാരന്റ് ആകാം, ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഓരോരുത്തർക്കും അരുളെന്ന് എനിക്ക് എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. അപ്പൊ അരുണ് ഈ ഒരു സുദിനത്തിൽ, ഈ ഒരു റിസപ്ഷൻ വേളയിൽ ഏറ്റവും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലത്തിന് നമുക്ക് സമ്മാനിക്കും. I have to say ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തീർച്ചയായിട്ടും നമ്മുടെ സുന്ദരനായ സുമുഖനായ സുശീലനായ ജീവിച്ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും. സോ ഐ ഹാൻഡ് ഓവർ ദ മൈക്ക്. ഓക്കെ, താങ്ക് യു കുക്കു, താങ്ക് യു സോ മച്ച്. ആ പ്രധാനപ്പെട്ട കാര്യം ലിജോ ആണ് നിങ്ങളോട് പറയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ഈ മൈക്ക് ലിജോയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനി നമുക്ക് കുറച്ച് ഗെയിംസിലോട്ടൊക്കെ കിടക്കാം. കുറച്ച് ഫണ്ണി മൊമെന്റ്സ് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ണി മൊമെന്റ്സ് ഇവിടെ കോർഡിനേറ്റ് ചെയ്യാനും അത് ഇവിടെ ചെയ്യാനും ഞാൻ റിനുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. റിനുവിന് ഈ മൈക്ക് കൊടുത്ത് ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം കാര്യമാക്കുകയാണ്. താങ്ക് യു. അരുൺ, റെഡി? ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് ഡു ദിസ്. അപ്പൊ ഗെയിം കളിക്കാനല്ലേ റെഡി അല്ലേ? ഓക്കെ, കിച്ചു ഫ്രണ്ടോട്ട് വാ. So ready? Kichu, Arun. First question. Who was the first to say I love you? ശരിക്കും ആരാ പറഞ്ഞേ? അരുൺ ആണ് ആദ്യം I love you പറഞ്ഞേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Who is the funny one? മൂന്നാമത്തെ. Who is the messy one? നിങ്ങൾ ഒട്ടും messy one, messy. അപ്പോൾ ഇനി അരുൺ ഇത്രയും ചിട്ടയൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. Who is the stubborn one? stubborn ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും stubborn അല്ല. ഇല്ല, ഒന്നും കൊണ്ടിരിക്കും. stubborn one. വാശി. Okay. Who is the romantic one? Ini. Who spends
spends more money? Arun, of course. Who is the better dancer here? അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കിച്ചണിൽ ഡാൻസ് ഉണ്ടാവും ഇല്ലേ കിച്ചു? കഴിഞ്ഞിട്ടില്ല. Who talks more? Kichu. Who is always right? Arun! Who is more forgetful? നിങ്ങൾ മറവി ആർക്കാ? മറവി. Arun! Correct. Who is more hotter? Hot, handsome. Who is more sexier? Who is the better cook? ഇനി വീട്ടിൽ ആരാ ഫുഡ് കഴിക്കാൻ പോകുന്നത്? കിച്ചു. Who is always late? ലേറ്റ് ആയിട്ട് ആരാ വരുന്നത്? രണ്ടുപേരും സമയത്തിനാ? Okay. Who is bigger baby when they are sick? Kichu. Already baby side കാണിച്ചല്ലേ? ഇനി last question. Who loves the most? ആർക്കാ സ്നേഹം കൂടുതൽ? കിച്ചു തിരിഞ്ഞു നോക്ക്. പൊക്കി പറയാൻ പോവാണ്. ഇന്ന് മാത്രമേ ഇങ്ങനൊരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ. പക്ഷെ അല്ല, അരുണിനെ പറ്റി നമുക്ക് 365 ദിവസവും പൊക്കി പറയാൻ പറ്റും. കാര്യം പോസിറ്റീവ്സ് മാത്രമുള്ള ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും അധികമായി പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എന്നെക്കാളിലും മുൻപ് അരുണിനെ പരിചയമുള്ള, എന്നെക്കാളിലും മുമ്പ് അരുണിൻ്റെ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇരിപ്പുണ്ട്. എനിക്കറിയാം. ഞാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3-4 വർഷമായതേ ഉള്ളൂ അല്ലേ അരുണെ? 3-4 വർഷമായതേ ഉള്ളൂ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. ഇവിടെ ഇരിപ്പുണ്ട് ജിതിൻ വഴിയാണ് ഞാൻ അരുണിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ജിതിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ജിതിനാണ്. ജിതിൻ എന്ന് എഴുന്നേറ്റ് ഏറ്റവും ബാക്കിൽ കോട്ടിട്ട്. ഈ ഒരു അവസരത്തിൽ അരുണിനെ പരിചയപ്പെടുത്തി തന്നതിന് ഞാൻ ജിതിനോടൊരു താങ്ക്സ് പറയണ. കാര്യം ചില ആൾക്കാരുണ്ടാവുമല്ലോ, ഞാനത് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞാണ്. നമുക്ക് ചെറുതിലെ മുതൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മളുടെ വീടിനടുത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് കുറച്ചധികം വർഷങ്ങൾ പഠിച്ചിട്ടുള്ള ഒരുപാട് വർഷത്തെ പരിചയമുള്ള സുഹൃത്തുക്കളുണ്ടാവും. പക്ഷെ പരസ്പരം നന്നായിട്ട് അറിയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്നാൽ പേരിന് ജസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ചില ആൾക്കാർ അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു ദിവസത്തെ പരിചയം കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസത്തെ പരിചയം കാണുള്ളൂ. പരിചയപ്പെട്ട് ഏറ്റവും ചെറിയ സമയം കൊണ്ട് തന്നെ ഒരു ആയുസിന്റെ ബോണ്ട് നമുക്ക് സമ്മാനിക്കുന്ന ചുരുക്കം ചില ഫ്രണ്ട്സ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരാളാണ് അരുൺ. സ്വന്തം വളർച്ച മാത്രമല്ല, ചുറ്റും നിൽക്കുന്നവരുടെ ഒക്കെ നന്മ ആഗ്രഹിക്കുന്ന, ഞാൻ വളരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അരുൺ. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഞങ്ങളത് എന്തുകൊണ്ടാണ് അത്ര ആഗ്രഹിച്ച്, അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും ഇവിടെ അതിനുള്ളൊരു അവസരമല്ലത്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ 4 വർഷം കൊണ്ട് അവൻ ഒരുപാട് ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല മെമ്മറീസ് തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ലൈഫ് ലോങ് എൻ്റെ ഇടവും വലവും ഒക്കെ ആയിട്ട് അരുൺ ഉണ്ടാവും. ഞങ്ങളുടെ ബർത്ത്ഡേ ഒരു ദിവസമാണ്, മാർച്ച് 25. അങ്ങനെ ഒരുപാട് കോയിൻസിഡൻസ് ഉണ്ട്. അരുണിൻ്റെ ഇന്നത്തെ ദിവസം, കല്യാണ ദിവസം, എൻ്റെയും ഷിറ്റുവിൻ്റെയും എൻഗേജ്മെന്റ് ആനിവേഴ്സറി ദിവസം കൂടാണ്. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ അരുൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുകളയരുത്. കാര്യം അത്രയും പ്രഷ്യസ് ആണ് അവൻ.
താങ്ക് യു. കരയിപ്പിച്ച് കളഞ്ഞല്ലോ. അടുത്തതായിട്ട് ലിജോ ചേട്ടാ വായോ. കിച്ചു ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ നിരന്ന് നിന്ന് അരുൺചേട്ടനെ പൊക്കി പറയുന്നത് കേട്ടൊന്നും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല ഈ മനുഷ്യന്റെ അടുത്ത്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ സൈഡിലോട്ടും കൂടെ. അതെ, ഞങ്ങളല്ലെങ്കിൽ എല്ലാവരും ഈക്വലി കിച്ചുവിനെ കുറിച്ചും പറയും. ജീവ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ജീവയാണ് എനിക്ക് ഒരു മിനിറ്റ്, ജീവയാണ് എനിക്ക് അരുണെ പരിചയപ്പെടുത്തി തന്നെ. എനിക്ക് കിച്ചുവിനോടാണ് പറയാനുള്ളത്. കിട്ടിയിരിക്കുന്നത് ഒരു നിധിയാണ്. അടിച്ചു പൊളിച്ചു. അരുൺ, ലവ് യു. അടിപൊളി. ഇനി വായിപ്പിച്ചേട്ടാ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇലുമിനാറ്റിന്ന് വിളിച്ചാൽ മാത്രമേ എബിച്ചേട്ടൻ വരുള്ളൂ എന്ന് എന്നോട് പറഞ്ഞേക്കുന്നേ. എല്ലാരും ഒന്ന് നല്ലോണം കൈയടിച്ച് അപ്പൊ എബിച്ചേട്ടൻ വരും. ആ പോരട്ടെ. സ്ലോ മോഷൻ ഒന്നും വേണ്ട എബിച്ചേട്ടാ, വാ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. ഒത്തിരി സന്തോഷം. ഓർമ്മകൾ ഒരുപാടുണ്ട്, എന്നാലും അതൊന്നും പറയുക, എന്നാലും ഒത്തിരി സന്തോഷം. താങ്ക് യു എബിച്ചേട്ടാ, താങ്ക് യു. ആൻഡ് ജിതിൻ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്കിങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ സംസാരിച്ച് ശീലം കേൾക്കാൻ പറ്റുന്നുണ്ടോ? സംസാരിച്ചിങ്ങനെ ശീലമുള്ള കാര്യമൊന്നുമല്ല. അല്ല, എനിക്ക് ശീലമില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നേ വരെ പരിചയപ്പെട്ട ആൾക്കാരിൽ വെച്ച് ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ളൊരു ആളാണ്. ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർ നമ്മളെ പരിചയപ്പെട്ട് പോയി കഴിയുമ്പോൾ നമ്മളെപ്പറ്റി എന്ത് അഭിപ്രായമാണ് പറയുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരാൾ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം പറയുമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് വരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത്, അതിപ്പോൾ എൻ്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ഫ്രണ്ട്സിനെയും പുള്ളി എങ്ങനെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്തോട്ടോ, എങ്ങനെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഏറ്റവും ബെസ്റ്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരാളാണ് അരുൺ എന്ന് പറയുന്ന ആൾ. ജെന്യുവൻലി ഇത്രയും ബെസ്റ്റ് ഒരാളെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് ഞാൻ ഇത്രയും ബെസ്റ്റ് ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ട്, എൽദോ നേരത്തെ പറഞ്ഞിട്ട് ഒരു പോയിന്റാണ്, ഒരാൾ മുമ്പോട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയി BTech ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ലൈഫായിരുന്നു പുള്ളിയുടെ. നല്ല ഇൻസ്പയറിംഗ് ലൈഫായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഇതാണ് അഹങ്കാരം. കാര്യം സെൽഫ് മെയ്ഡ് ഒരാൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ആരെയും നോക്കേണ്ട കാര്യമില്ല, നല്ല അഹങ്കാരം വരാവുന്ന ഒരാളാണ്. പക്ഷേ ഈ മനുഷ്യന് അതുമില്ല, അഹങ്കാരമില്ല. ജെനുവിൻ ഒരു എന്താ പറയുന്നത്, നമ്മുടെയൊക്കെ ലൈഫിൽ വന്ന് ടച്ച് ചെയ്തിട്ട് പോയി നമ്മളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ജെനുവിൻ ആൾക്കാരെപ്പെട്ട ഒരാളാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന സംഭവം ഞാൻ പറയുമ്പോൾ എന്താ പറയുന്നത്, എനിക്കിത് പറഞ്ഞ ശീലമില്ലാത്തതുകൊണ്ട് സൗണ്ടിൽ കുറച്ച് ഇടർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിങ്ങനെയാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഇവന്റ് ഇത്രയും നന്നായിട്ട് ഇവിടെ കോർഡിനേറ്റ് ചെയ്തത് വിനായകാണ്. ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് അവൻ ചെയ്തത്. കാര്യം കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് അവൻ ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. ഇവൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു പരിപാടി അവൻ മുടക്കിയിട്ടില്ല. ഇവൻ്റെ എനർജി, ഇവൻ എപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല ഇവനെ. ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ ഇവൻ അവിടെ ഇല്ല, ഞാൻ കിടക്കുമ്പോൾ പുള്ളി ഇവിടെ ഇല്ല. പക്ഷെ പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ജെനുവനായിട്ട് ചെയ്യാറുണ്ട്. ഇത്രയും ഈ രണ്ടുപേര് ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു ഇന്നത്തെ പരിപാടി നീ കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ അരുൺജിനെ പറ്റി എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. ഏറ്റവും ഇതാണ്, ജെനുവൻ ആയിട്ടുള്ള ആളാണ്. പിന്നെ തീർച്ചയായും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. എൽദോയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? എൽദോ രണ്ടോ
എനിക്ക് ഈ ജിതിൻ പറഞ്ഞോട് കൂട്ടിച്ചേർത്ത് ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഞാനൊക്കെ ജീവിതത്തിൽ ജനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊക്കെ ഇത്രയും കഴിവില്ല എന്ന് വിചാരിച്ചാൽ. പക്ഷെ നമ്മുടെ കഴിവുകൾ നമ്മളെക്കാൾ കൂടുതൽ അനലൈസ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് പലപ്പോഴും പറയും. അപ്പം നമ്മുടെ കഴിവുകൾ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞ് അത് പ്രൊമോട്ട് ചെയ്ത് അത് മെൻറ്ററെ പോലെ നിന്ന് ചെയ്യുന്നതിൽ അരുൺ വഹിക്കുന്ന ഓരോരുത്തരുടെയും വഹിക്കുന്ന റോള് വളരെ വലുതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ 4-5 ബുക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരേ ബുക്ക് എഴുതാൻ നേരത്ത് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യണേ, 6 മാസം കൊണ്ട് 8 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ എങ്ങനെ ഒരു ബുക്ക് എഴുതി തീർക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കും. അരുൺ പറയും ആദ്യത്തെ 1 മാസം നീ റിസർച്ച് ചെയ്യണം, 2ാമത്തെ മാസം നീ കണ്ടന്റ് കോറിലേറ്റ് ചെയ്യണം, 3ാമത്തെ മാസം നീ മാനുസ്ക്രിപ്റ്റ് ആക്കണം, 4ാമത്തെ മാസം നീ പ്രൂഫ് റീഡ് ചെയ്യണം, 5ാമത്തെ മാസം നീ ബുക്ക് ആക്കണം. ഞാൻ വിചാരിച്ചു ഞാനാണോ ബുക്ക് എഴുതുന്നത് ഇവനാണോ ബുക്ക് എഴുതുന്നതെന്ന്. അത് ആ ഇന്നർ മൈൻഡിന്റെ ഒരു തോട്ട് പ്രോസസ്സാണ് മറ്റുള്ളവരും കൂടെ ഹെൽപ്പ് ചെയ്യണത്. അത് ഒരിക്കലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറയുമ്പോഴും അവൻ പറയും എന്നെ പറ്റി പറയും ഞാൻ പൊക്കി പറയുന്നതെന്ന് പറയും. പക്ഷെ അതൊന്നുമല്ല, മനസ്സിൽ തട്ടി പറയുന്നതാണ്. താങ്ക് യു. Good evening all of you. ഒരു 10-15 മിനിറ്റോ കൊണ്ട് വെറും പറഞ്ഞു ഒതുക്കാവുന്ന ഒരു കാര്യമല്ല ഞാനും അഞ്ചും തമ്മിലുള്ള ആദ്യ ബന്ധം. ഞാൻ അരുൺജിയെ പരിചയപ്പെടുന്നത് 2009 ജാനുവരി 12 തിങ്കളാഴ്ചയാണ്. ഇന്നേക്ക് 12 വർഷവും 6 മാസവും 5 ദിവസവും പൂർത്തിയായിരുന്നു. ഓരോ ദിവസവും, അതായത് എന്നും പലരും ഇവിടെ കളിയാക്കാറുണ്ട് നിന്റെ ഭാര്യയാണോ അരിഞ്ഞെന്ന് അവർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളവർ. അത് ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ജീവ നേരത്തെ പറഞ്ഞു എന്നെക്കാളും മുമ്പേ പലരും അരിഞ്ഞെ പരിചയപ്പെട്ടുകൊണ്ടെന്ന്. അതിലൊരാളാണ് ഞാൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഐ റിപ്പീറ്റ്, 12 വർഷം കംപ്ലീറ്റ് ചെയ്തു. He is my brother. Okay. അതായത് all Indians are my brothers and sisters. അതല്ല ഇവിടെ ആ ബ്രദർ അല്ല. ഒരു ബ്ലഡ് റിലേഷൻ പോലെ തന്നെയാണ് ഞാനും അരുൺജിയും. സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ടാണ് ആ ജി വന്നത്. അരുൺജി, നന്ദിലത്തിന്റെ അരുൺജി. ഞങ്ങൾ ബഹുമാനം കൊണ്ട് ചെയ്യാൻ വിളിക്കുകയാണ്. അത് ജി ആക്കി. ഞാനും അരുൺജിയും എബിയും 4 വർഷം ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ നിന്നാണ് ബിടെക് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവർ കമ്പനി തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ആ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് അങ്ങനത്തെ പൊസിഷൻ തന്നതിൽ എനിക്ക് എബിയോടും അരുൺജിയോടും തീരെ നന്ദിയുണ്ട്. ഓക്കെ, ഇനി ഒന്നും പറയാനില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 10 മിനിറ്റോടെ 15 മിനിറ്റോടെ പറഞ്ഞു തരാൻ പറ്റുന്ന ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ളത്. പിന്നെ ആ ജാഗോന്റെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് പോയാൽ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. ബട്ട് നൗ ഐ ആം ഹാപ്പി ബിക്കോസ് Arunji got such a beautiful wife like Anju. Okay. തീർന്നിട്ടില്ല. ഇത്രേ ഉള്ളൂ. ഇനി അഞ്ജുനോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ ഭാഗ്യവതിയാണ്. ബിക്കോസ് യു ഗോട്ട് സച്ച് എ പെർഫെക്റ്റ് മാൻ ലൈക്ക് അരുൺജി ആസ് യുവർ ഹസ്ബൻഡ്. ഓക്കെ, ഈ ചേട്ടൻ ഇത്രയ്ക്ക് വലിയൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അടുത്ത ലിൻസ് ചേട്ടൻ. കിധർ ഹേ അങ്ങനെ പറയരുത്, ഇങ്ങ് വരൂ. അരുൺജിക്കൊരു വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതം ഞാൻ വിഷ് ചെയ്യാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. എല്ലാവർക്കും ഒരു ഹായ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ അരുൺജിനെ കുറച്ച് പൊക്കി പറയാൻ പോകണ്ട, നിങ്ങൾ കൈയടിക്കണം. തള്ളാണെന്നൊക്കെ തോന്നും, പക്ഷെ സംഭവം സത്യമായിരിക്കും. ആദ്യം അരുൺജിനെ പറ്റി തന്നെ പറയാം. അരുൺജിനുള്ള നമുക്ക് അറിയുള്ളൂ. അരുൺജി എന്ന് പറഞ്ഞ സുന്ദരനാണ് അല്ലേ? സുന്ദരനും സുമുഖനും സുശീലനുമായ
ഇത്ര നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയതിൽ അസൂയ തോന്നുന്നുണ്ടോ പലർക്കും കൂടെ? അപ്പം ഞാൻ അരുൺജിനെ പരിചയപ്പെടുന്നത് ഒരു 2012 ഏകദേശം ഇപ്പോൾ ഒരു 10 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ടീം തന്നെയാണ് ഇപ്പോഴുള്ളത്. കുറച്ച് പേര് നമ്മുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ഓരോരുത്തരെയും ഞാനിങ്ങനെ വിലയിരുത്താറുണ്ട്. അവർ സംസാരിക്കുന്നത്, അവർ ഓരോ കാര്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ എനിക്ക് അരിഞ്ചിനെ മുമ്പേ അറിയാം. ഇപ്പോഴത്തെ അരിഞ്ചിയല്ല, അന്നത്തെ അരിഞ്ചി. അപ്പോൾ അന്ന് അരിഞ്ചി പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അരിഞ്ചി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം പറയും, നാളെ ഞാനത് ചെയ്യും അല്ലെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയണേ ഞാൻ നാളെ ഒരു ബൈക്ക് വാങ്ങും. പക്ഷെ അരിഞ്ചി ഒരു ബൈക്ക് വാങ്ങുമെന്ന് പറഞ്ഞാൽ അരിഞ്ചി വാങ്ങാൻ പോണത് കാറായിരിക്കും. അതാണ് അരിഞ്ചിയുടെ പ്ലസ് പോയിന്റ്. നമ്മൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്തായിരിക്കും അരിഞ്ചി നേടുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോവാണ്. അപ്പോൾ അരിഞ്ചി കൂടെ വരും. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. കാരണം നമ്മൾ അടിപൊളി ലുക്കായിട്ട് വരുമ്പോൾ അരിഞ്ചി അതിൻ്റെ അപ്പുറത്തെ ലുക്കിൽ വരും. അതാണ് അരിഞ്ചിയുടെ പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ആദ്യം അരിഞ്ചി ഒരു സ്കൂൾ കുട്ടിയുടെ പോലെ വന്നോണ്ടിരുന്നത്, ഒരു സാധാ പാൻറ് ഷർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അരിഞ്ചി ഇതെന്തിനോളൊരു മുന്നൊരുക്കമാണ്. പെട്ടെന്ന് അരിഞ്ചങ്ങ് മാറി. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും ചുള്ളൻ അരിഞ്ചാണ് അല്ലേ? അപ്പോൾ 2 പോയിന്റ് ആയില്ലേ? പിന്നെ 100 രൂപ. പിന്നെ അരിഞ്ചിയുടെ വേറൊരു പോയിന്റ്, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അരിഞ്ചിയുടെ കൂടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരാൾക്കൊരു പ്രശ്നം വന്നാൽ അരിഞ്ചി അവിടെ ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അരിഞ്ചിയിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കാമെന്ന് വിചാരിച്ചോ, ഒരു പിടിയില്ല എന്താ ചെയ്യേണ്ടത്, എന്ത് പ്രശ്നമായാലും. അപ്പോൾ അരിഞ്ചി പറയും, അവിടെ ഇതൊന്നും വിഷയമില്ല, ഇതൊക്കെ ചെറിയ കേസ് നമുക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് അരിഞ്ചി നമ്മളെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അരിഞ്ചി ഇത്ര നല്ലൊരു പയ്യനാണ്. അപ്പോൾ ഇതുപോലൊരു പയ്യനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടോ? ഇത് തള്ളന്നല്ലടാ, സത്യമാണ്. അപ്പോൾ ഇതുപോലൊരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കാനും അരിഞ്ചിയുടെ മാരേജിന് പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ അരിഞ്ചിയുടെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അരിഞ്ചി അങ്ങനെ ചെറിയ സാധനങ്ങളൊന്നും സെലക്ട് ചെയ്യില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. നമ്മളൊരു ചോറാണ് കഴിക്കണമെങ്കിൽ അരിഞ്ചി മിനിമം ബിരിയാണി കഴിക്കുള്ളൂ. എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അരിഞ്ചിയുടെ സെലക്ഷൻ അത് കൂട്ടുകാരായാലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതായാലും, ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ വൈഫ്. അപ്പോൾ ആ സെലക്ഷനിൽ വരെ അരിഞ്ചിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ പോലെയല്ല, അരിഞ്ചി ഒരു വ്യത്യസ്തനാണ്. അത് ഏറ്റവും മികച്ചത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഒരു സന്തോഷം നിറഞ്ഞ ഒരു വേളയിൽ അരിഞ്ചിനെ പറ്റി ഇത്രയധികം പൊക്കി പറയാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. അരുണിനും അഞ്ജുവിനും ഞാനൊരു ബെസ്റ്റ് മാരേജ് വിഷസ് ആശംസിക്കുന്നു. എനിക്കിവനെ ഓൾമോസ്റ്റ് 25 വർഷമായിട്ട് അറിയാം. ഞാൻ 2ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. ഇവനെക്കുറിച്ച് പറയുമ്പോൾ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഇവനൊരു ബിസിനസ് ഫീൽഡിലാണെങ്കിൽ പോലും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവനെപ്പോഴും കൂടുതൽ ആത്മബന്ധം, സുഹൃത്ത് ബന്ധത്തിനാണ് കൂടുതലും വാല്യൂ കൊടുക്കുന്നത്. അതൊരു വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അവനിങ്ങനെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു കൂടുതൽ ആത്മബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും അവൻ ജീവിതത്തിൽ ഉയരങ്ങളിലോട്ട് എത്തുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ എന്നും നല്ലൊരു വിവാഹം ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. അരിഞ്ചേട്ടൻ ഒന്നേ പറയാനുള്ളൂ, എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെ പറയുന്ന കാര്യമാണ്. അരിഞ്ചേട്ടൻ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സൗഹൃദം മാറ്റിവെക്കുന്നു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അരുൺചേട്ടനോട് ഒന്നേ പറയാനുള്ളൂ, ആ സ്നേഹം കിച്ചുനും കൂടി കൊടുക്കുക. അടുത്ത വർഷം ഈ ദിവസം കിച്ചു ഇത്രയും സുഹൃത്തുക്കൾ പറഞ്ഞ എല്ലാ കാര്യവും ഒറ്റ വാക്കിൽ കിച്ചുവിനും അത് പറയാൻ പറ്റണം. അപ്പോൾ എല്ലാവിധ ആശംസകളും. ജീവിതം അടിപൊളിയാവട്ടെ. വിഷ് ഹാപ്പി മാരീഡ് ലൈഫ്. യോയോ ഹണി സിംഗ്, ലവ് യു. ഇല്ല, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിളിക്കുന്നതിന് മുന്നേ വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ് കൂടെ വിളിക്കണം. വിച്ച് ഈസ് ഇതൊക്കെ ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നും ഈ അരുൺചേട്ടനും മറ്റേ ആണുങ്ങൾ മാത്രമേ ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ എന്ന്. അതൊന്നും സത്യമല്ല. അപ്പോൾ അപ്പു ഒരു 2 words about this man. Hello. Congrats Arun and Anju.
അരുണിനെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ പരിചയപ്പെടുന്നത് ഓബ്വിയസ്ലി. പക്ഷേ അരുണ് എൻ്റെയും ജീവയുടെയും ലൈഫിൽ കുറേ നല്ല ടേണിംഗ് പോയിന്റ്സിൽ എന്താ പറയുക ഭാഗമായിട്ടുണ്ട്, പാർട്ടായിട്ടുണ്ട്. പിന്നെന്താ അരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഹീസ് ദ മോസ്റ്റ് ജെന്യുവൻ, മോസ്റ്റ് ഇന്നസെന്റ് ആൻഡ് ദ പ്യുവർ ഗായ് ദാറ്റ് ഐ ഹാവ് മെറ്റ് ഇൻ മൈ എൻറ്റയർ ലൈഫ്. ഇത്രയും നല്ല ഒരു ചെറുക്കനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, എൻ്റെ കെട്ടിയോ പോലും. ഞാൻ പലതവണ ജീവയോട് പറയാറുണ്ട് കണ്ടു പഠിക്കുക അരുണിനെന്ന്. ഇല്ലേ, പറഞ്ഞിട്ടില്ലേ ലിജോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? കാര്യം അത്രയും പ്യുവർ ആയിട്ടുള്ള അത്രയും നല്ല ഒരു പയ്യനാണ് അരുൺ. അപ്പോൾ അഞ്ജു, യു ആർ വെരി വെരി ബ്ലെസ്ഡ് ടു ഗെറ്റ് എ ഹസ്ബൻഡ് ലൈക്ക് അരുൺ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ഗൈസ്. I want to ask someone very important to come forward and speak about Arun Chetan. ഇന്നത്തെ ഈ പരിപാടിയും രാവിലത്തെ റിസപ്ഷനും എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളുടെ എൽമു എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ വി കെ കമാൻ. എനിക്ക് ആകെ 2-3 കാര്യങ്ങൾ പറയാനുള്ളൂ. ഞാൻ എപ്പോഴും അരുൺജിയുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലൈക്ക് ഐ ഓൾവേസ് ടോക്ക് ടു ഹിം ലൈക്ക് ദിസ്. ബിക്കോസ് 3 വർഷം മുമ്പ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഇന്ന് ആരെങ്കിലും അറിയാവുന്ന ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ആരെയും അറിയത്തില്ല. പക്ഷേ ആ 3 വർഷം തുടങ്ങുമ്പോൾ എൻ്റെ ലൈഫിൽ വന്നതാണ് അരുൺജി. ആൻഡ് 4 വർഷം, അവൻ 4 വർഷം എന്ന് കാണിക്കുന്നു, അതൊക്കെ 4 വർഷം. അപ്പം ആ തുടക്കം തൊട്ട് ഈ മൂമെൻ്റ് വരെ എനിക്കുണ്ടായ കണക്ഷൻസും എനിക്ക് വന്ന ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ഹിം ഫോർ ദാറ്റ് ആൻഡ് ഐ ഫീൽ റിയലി ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. ഇനി അവിടെ പോകും. ഇനി അരുൺജിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരുൺജിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത ആകെ ഒരാൾ അരുൺജി മാത്രമാണ്. പിന്നെ എൽദോയും കൂടെ ഉണ്ട്. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കൊന്നും കിട്ടുന്നില്ല, സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ ഇവിടെ പറയുന്നു. ഇല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ ഒരു 10-20 ദിവസമായിട്ട് ഞാൻ ഓടി നടക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിലായിട്ട്. ഇവിടെ ഉള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീംസ്, പിന്നെ ക്യാമറ ടീംസ്, ഇവരോടൊക്കെ ആയിട്ട്. എൻ്റെ കൂടെ തന്നെ ബേബി ഉണ്ട്, റിനു ഉണ്ട്. സോ വി ബോത്ത് ആർ റണ്ണിങ് അറൗണ്ട് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദീസ് സ്റ്റഫ്. ബട്ട് ഒരു മൂമെൻറ്റ് പോലും എനിക്ക് ടയർഡായിട്ട് തോന്നിയിട്ടില്ല, ബിക്കോസ് ഐ വാസ് ഡൂയിങ് ഇറ്റ് ഫോർ ഹിം ആൻഡ് കിച്ചു. നമ്മളെല്ലാവരും അരുണിനെ പറ്റി പറഞ്ഞു. നമ്മളെല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വരുന്ന ആളാണ് കിച്ചു. കിച്ചുവിനെ പരിചയപ്പെട്ട് ആ മൊമെന്റിൽ തന്നെ നമ്മുടെ എല്ലാവിധ അലമ്പുള്ളൊരു കൊച്ചാണ് എന്ന് കമ്പനിക്ക് മനസ്സിലായതുകൊണ്ട് അരുണിന്റെ കംപ്ലീറ്റ് ഈ ഒരു ഇരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും കിച്ചുവിനെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. ആ കാര്യത്തിൽ 150% ഉറപ്പാണ്. കാര്യം അവന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പെങ്കൊച്ചാണ് കിച്ചു. അതേപോലെ തന്നെ കിച്ചുവിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചെറുക്കനാണ് കിച്ചുവിൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവം കൂട്ടി യോജിപ്പിച്ചാണ് നിങ്ങളെ. കിച്ചു, വെൽക്കം ടു അവർ ഫാമിലി. സത്യങ്ങളെ വിളിച്ച് പറയില്ലെന്ന് എൻ്റെ അടുത്ത് അരുൺ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി താങ്ക്ഫുൾ ടു ജീവ ആൻഡ് അപ്പു, ബിക്കോസ് ദേ ആർ ദ റീസൺസ് ഐ മെറ്റ് അരുൺ. സോ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ്
സോ അരുണിൻ്റെ കിച്ചണിൽ ഞാനിപ്പം വി മെറ്റ് ലൈക്ക് വാട്ട് 3 weeks now. സോ 3 weeks ആയിട്ട് ഫുൾ ടൈം ഈ രണ്ടെണ്ണത്തിൻ്റെ കൂടെ ആയിരുന്നു. ആൻഡ് ഐ ഹാവ് ടു സേ കിച്ചു ഇസ് എൻ ഓസം പേഴ്സൺ. അരുണിന് പറ്റിയ ആള്, ലൈക്ക് ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ. എല്ലാ രീതിയിലും ഇനി മനസ്സിലാക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. പറയണോ? ഞാൻ വേണ്ടല്ലോ, വേണ്ടെന്ന് പറഞ്ഞു. So Kichu, you are lucky to have him, and Arun, you are lucky to have her. But most of all, with all the people I met in my life, Arun is the best guy I ever met. Like he was there to support me, motivate me, help me with a lot of stuff. And അങ്ങനെ ഈ കാലത്ത് ആൾക്കാർ ഭയങ്കര കുറവാണ്. ഇതിനിടയിൽ നമ്മൾ പിണങ്ങിയിട്ടുണ്ട്, അടി ഉണ്ടാക്കിയിട്ടുണ്ട്. But he always makes the step to make it and patch it up. And I'm so thankful that God gave him you. And I'm so happy. This day is one of the happiest day in my life because this is something Arune kore naalayitte aagrihikkunnaanu onu kettan. And he was trying to find the perfect one. ഓരോ ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവും. And once you came, മുടിയില്ല, പൊക്കം കുറവാണ്, പൊക്കം കൂടുതലാണ്, ഒരു കുറ്റം പറയാത്തത്. ഇറ്റ് വാസ് ജസ്റ്റ് യു. സോ അതുകൊണ്ട് അരുൺ നേരത്തെ പറഞ്ഞ പോലെ തമ്പിയാണോ പറഞ്ഞത്? ആരാ പറഞ്ഞ ചോറ് കഴിക്കണമെങ്കിൽ അരുൺ ബിരിയാണി തന്നെ കഴിക്കുള്ളൂ? ജിതിനാണ് പറഞ്ഞത്. അത് വളരെ കറക്റ്റാണ്. സോ ഹി ആക്ച്വലി ചോസ് ദി പെർഫെക്റ്റ് വൺ. അപ്പോൾ ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നിങ്ങളുടെ കോപ്രായങ്ങളും എല്ലാം കാണാൻ നമ്മൾ കൂടെ ഉണ്ട്. നമ്മളത് കാണാൻ ഇനി കിച്ചു ഉണ്ട്. സോ വെൽക്കം ടു ദ ഫാമിലി കിച്ചു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ബേബി. ഇനി അടുത്തത് അരുണിൻ്റെ കസിൻ, അരുണിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ അതുലിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള ആർക്കും തന്നെ എന്നെ അറിയത്തില്ലായിരിക്കും ഇത്, കാരണം ഇത് ക്ലോസ് അതെ അപ്പോൾ ക്ലോസ് ഫ്രണ്ട്സിന് വേണ്ടി വെച്ചതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ വലിഞ്ഞേറി വന്നു. കാരണം എൻ്റെ കസിൻ എന്ന് വിളിക്കുന്നതിലും എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനായിട്ടാണ് വിളിക്കാൻ ഇഷ്ടം. അപ്പൊ ആര് ചോദിച്ചാലും സ്വന്തം ചേട്ടൻ എന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം അതാണ് അരുൺ ചേട്ടൻ, അങ്ങനെയാണ് എനിക്ക്. അപ്പം അരുൺ ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഒരു റെഫറൻസ് പോയിന്റ് വെച്ചേക്കുന്നത് അരുൺ ചേട്ടനാണ്. അരുൺ ചേട്ടൻ്റെ ലൈഫാണ് എൻ്റെ ഫ്യൂച്ചറിൻ്റെ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെച്ചേക്കുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ആ ഒരു ലെവൽ പോലും എനിക്ക് എത്താൻ പറ്റില്ല. കാരണം ആളൊരു മഹാനാ. ഇപ്പൊ ഇവിടെ വന്ന എല്ലാവരും തന്നെ പുകഴ്ത്തി പറഞ്ഞു. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. എനിക്ക് എന്താവാനുണ്ടോ അതെല്ലാം അരുൺ ചേട്ടനെ കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പം എൻ്റെ ഓരോ ഡിസിഷനും എല്ലാം അരുൺ ചേട്ടൻ വഴിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ആണെങ്കിൽ പോലും അരുൺ ചേട്ടനെ കണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ബിടെക് എടുത്തതും അത് തന്നെ. സപ്ലൈ അടിക്കാനാണേലും എല്ലാത്തിനും അരുൺ ചേട്ടനെ കണ്ടു. അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക്സ്. താങ്ക് യു അതുൽ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള അരുണിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സജിൻ തൊടുപുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്. സജിനെ പറ്റി 2 വാക്ക് സജിൻ വരുന്നതിന് മുമ്പ് പറയാം. സജിൻ, നമ്മൾ ഈ ഹാർഡ് വർക്ക് എന്നൊക്കെ നമ്മൾ ബുക്കിലും പുസ്തകത്തിലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞൊക്കെ ചെയ്യുമ്പോൾ സജിന്റെ ജീവിതത്തിലൂടെ കഠിനമായ അധ്വാനത്തിലൂടെ വിജയങ്ങളിലേക്ക് എത്തുന്ന ഒരാളാണ്. ശരിക്കും സജിന് ടൈ പോലെയുള്ള ഓണ്ടർപ്രണർഷിപ്പ് വേദികളിലൊക്കെ സജിന്റെ കഥ ഫീച്ചർ ചെയ്യേണ്ട ഒരാളാണ്. സജിന് ആശംസകൾ പറയുവാനായിട്ട് ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുണിനെ പറ്റി അങ്ങനെ ഒത്തിരി എല്ലാവരും തന്നെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കൂടുതലൊന്നും പറയാനില്ല. അതിൽ പറഞ്ഞ പോലെ തന്നെ സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അരുണിനോട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. കൂടുതലായിട്ട് അങ്ങനെയൊന്നും പറയാനില്ല. എല്ലാവരും
RJ-കൾ വാഴുന്ന ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്നത്. RJ-കൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന വേദികളിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ റേഡിയോ സ്റ്റേഷനായിരിക്കും റേഡിയോ മിർച്ചി എന്ന് പറഞ്ഞ. അതിനകത്ത് നിങ്ങൾ കേട്ട, നമ്മളൊക്കെ കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഈ റേഡിയോ ചാനൽ മാറ്റാണ്ട് ഈ ചാനൽ തന്നെ കേൾക്കാലോ എന്ന് വിചാരിക്കുന്ന ശബ്ദങ്ങൾ പലതാണ്. റെഡ് FM-ലാണെങ്കിൽ മൈക്ക് മുതൽ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റേഡിയോ മിർച്ചി എന്ന് പറഞ്ഞ ചാനലിൽ സ്ഥിരം കേട്ട് പരിചിതമായ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന RJ ഹുസ്രീനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് എന്താണെങ്കിലും ഹുസ്രീനെ ഞാൻ ഈ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. Give me a round. ഒന്നാമത് എൻ്റെ പേര് ഹുസ്രി അല്ല. അപ്പൊ RJ ഹുസ്രി എന്ന് പറഞ്ഞത് അങ്ങനെയല്ല. എൻ്റെ പേര് ഋഷി എന്നാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ RJ ആയിരുന്നു. 2019-ലാണ് ഞാൻ റേഡിയോ മിർച്ചിന്ന് മാറിയത്. പക്ഷേ അഗൈൻ ഈ ഹുസ്രി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഫോർ മീ ഇറ്റ് ഇസ് നൗ ലൈക്ക് ഒരു ക്യാരക്ടർ പോലെ. ഇവരുടെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇതിൽ ഏറ്റവും കോമഡി എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത് എടാ ഹുസറി എന്നാണ്. അപ്പോൾ അത് തലവേദനയായി മാറിയ വേറെ കഥ. അത് ലിജോയ്ക്കാണ് അതിൻ്റെ മൊത്തം കൊട്ട്. പക്ഷെ അരുൺ ചേട്ടാ, കിച്ചു, വെൽക്കം ടു ദ ഫാമിലി, വെൽക്കം ടു ദ മാഡ്നസ് ദാറ്റ് ദിസ് ഇസ്. ബട്ട് അരുൺ ചേട്ടാ, എനിക്ക് അരുൺ ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്, ഐ ഹാവ് നെവർ സീൻ എ ഗായ് വിത്ത് സോ മച്ച് കോൺഫിഡൻസ്. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫ് മുമ്പോട്ട് ഫേസ് ചെയ്ത് വളരെ ധൈര്യമായിട്ട്, അതൊരു പ്രത്യേക ഒരു ഐഡന്റിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ലുക്കപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചർ അരുൺ ചേട്ടനിൽ അതാണ്. അപ്പോൾ ഐ എം സോ ഹാപ്പി ഫോർ യു. ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ, വളരെ അടുത്ത് തന്നെ കല്യാണം നടക്കുന്നത് ഇല്ലേ, ഓർക്കുന്നില്ലേ? ഈ ഡിസ്കഷനിൽ നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെരി ഹാപ്പി ദാറ്റ് ദിസ് ഹസ് ഹാപ്പൻഡ് വെരി ക്വിക്ലി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ലൈഫ്. വെരി ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ ഞാൻ ഹുസ്രി അല്ല, ഹുസ്രിയാണ്. താങ്ക് യു ഹുസ്രി, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഒരു കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു ആങ്കർ. ഇന്ന് രാവിലെ കല്യാണം ഈ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ചെറുക്കനെയും പെണ്ണിനെയും ഫാമിലിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ മെയിൻ ആങ്കറായി നിന്ന ഒരാളാണ് നീതു. RJ ആണോ എന്ന് ചോദിച്ചാൽ RJ ആണ്. VJ ആണോ എന്ന് ചോദിച്ചാൽ VJ ആണ്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനലുണ്ട്. വളർന്നു വരുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഏറെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നീതുവിന്റെ സ്വന്തം അരുൺ ചേട്ടനും അഞ്ജുവിന് വേണ്ടി ആശംസകൾ അറിയിപ്പിക്കാൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എനിക്ക് എല്ലാവരും പറഞ്ഞ കുറേ കാര്യങ്ങളല്ലാതെ ഞാൻ ഇന്നലെ വൈകുന്നേരം അരുൺ ചേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം ചേട്ടന്റെ കല്യാണത്തിന് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ബിക്കോസ് ദാറ്റ്സ് ഹൗ ഹാപ്പി ഐ ആം. അരുൺ ചേട്ടൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് ഈ ലൈഫിൽ കരിയർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ ഉണ്ടാവാം, അതെനിക്കറിയില്ല, ഞാൻ ആ സൈഡ് കണ്ടിട്ടില്ലെങ്കിലും ആസ് എ ബ്രദർ, ആസ് എൻ ഇൻഡിവിജ്വൽ, ഐ തിങ്ക് എന്തൊരു സംഭവം പറഞ്ഞാലും, എന്തൊരു ആഗ്രഹം, ഒരു ഡ്രീം, എന്തെങ്കിലും ചേട്ടാ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഗോ ഫോർ ഇറ്റ്, ഡ്രീം ബിഗ്, നീ അത് ചെയ്യ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. സോ ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് ദിസ് എബിലിറ്റി. ഒരു റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ ഓരോ വ്യക്തിനെയും ഇൻഡിവിജ്വലി സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള ഒരു ട്രെയ്റ്റ് അല്ല. പക്ഷെ അരുൺ ചേട്ടൻ ആക്ച്വലി മാനേജസ് ടു ഡു ദാറ്റ്. ആൻഡ് കിച്ചു, ഐ തിങ്ക് ഇതെല്ലാം കൂടെ കേട്ട് ആകെപ്പാടെ എൻ്റെ പൊന്നി ഇത് എന്ത് മുതലാണ് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോടാണ് പാവയുടെ ഇരിക്കണേ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഐ എം വെരി ഷുവർ ഗോയിങ് അഹെഡ് അരുൺ ചേട്ടൻ്റെ ഭാഗത്തു നിന്നും പല പാളിച്ചകളും വരും. കാരണം ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി അരുൺ ചേട്ടൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഒരു മിസ്റ്റേക്സും ഉണ്ടാവില്ല, കുറവുകൾ ഉണ്ടാവില്ല. അങ്ങനെ ഒന്നുമല്ല. 100% എന്തെങ്കിലുമൊക്കെ പൊട്ടലും ചീറ്റലും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ മിസ്സായി പോവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ he will always make sure that it's solved. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്തുണ്ടെങ്കിലും he will fix it, he will take care of you. ആൻഡ് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓർത്തിരുന്ന് അതനുസരിച്ച് പെരുമാറാൻ അറിയാവുന്ന ഒരു വ്യക്തിയുമാണ്. സോ യു ആർ ഇൻ വെരി ഗുഡ് ഹാൻഡ്സ് ആൻഡ് യു ഡിസേർവ് ടു ബി ഇൻ വെരി ഗുഡ് ഹാൻഡ്സ്. അതാണ് സത്യം. ബിക്കോസ് യു ആർ എ ലവ്ലി ഗേൾ, യു ആർ എ സ്വീറ്റ് ഗേൾ ആൻഡ്
he will treat you like a princess. So good luck to you guys. And on that note, നമുക്ക് എന്ത് രണ്ടുപേരി പാട്ടോ എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ ആ പാട്ട് പാടിപ്പിക്കരുത് പ്ലീസ് എൽദോ ചേട്ടാ. എന്ത് പാട്ടാ? പൂമുഖവാതിൽക്കൽ. അതാണോ? ഓക്കെ, അതൊരു കോമഡി രീതിയിൽ വേണമെങ്കിൽ അത് പാടിത്തരും. അരുൺ ചേട്ടൻ കിച്ചുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പൂമുഖവാദികൾ പൂന്തിങ്കൾ ആകുന്നു ഭാര്യ. അല്ലല്ല, കിച്ചു കിച്ചു മാറിപ്പോയതാ. കിച്ചു 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 കേൾക്കുന്നില്ല. ഓക്കെ, ഇത് എൽദോ ചേട്ടനും എല്ലാവരും കൂടി കിച്ചുവിന് ഡെഡിക്കേറ്റ് ആയിട്ടൊരു 2 ലൈൻ പാടാം. വേറെ ഇതിലും പാടിയാൽ മതിയെന്നോ? ഓക്കെ, എല്ലാവരോടും കൂടെ പാടും. ഇതായിട്ടൊരു ബന്ധവുമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അരുൺ ചേട്ടൻ ഒത്തിരി കാത്തിരുന്ന ഒരു പാർട്ട്ണറാണ് എന്നുള്ളത് കൊണ്ട് ആ കാത്തിരുന്നില്ല, അത് ഷോക്കായി പോകും. ചേട്ടാ മ്യൂസിക് ഒന്ന് ഒരുമിച്ച് പാടണേ, എൻ്റെ കൂടെ നാറ്റിക്കരുത് പ്ലീസ്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേ കിളി, പൈങ്കിളി മലർത്തേ കിളി. അത് മതി. ഇനി നിങ്ങളുടെ ഡാൻസ് ആയാലോ? ഒരു ഡാൻസ്. അതെ, പാട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് കിച്ചുവിന്റെ മൂവൂടെ ഉണ്ടായ how to be brave, how can I love when I'm afraid to fall, but watching you stand alone, all of my doubt suddenly goes away somehow. One step
തിന്നതുണ്ട് പെണ്ണിനുള്ളിലെ തന്നെ തിന്നത്തോണ്ട് കേട്ടില്ലേ കേട്ടില്ലേ എന്നെ കള്ളച്ചെറുക്കന് കല്യാണം കേട്ടില്ലേ കല്യാണമേളം കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം കനവിൽ കണ്ടൊരു മുത്താരം കടലിൽ കണ്ണിലടിച്ചു ഉള്ളുത്തോടി തൊടിച്ചു വന്നല്ലോ കല്യാണം അങ്കിളിച്ചന്തലക്കിണ്ണം നിറഞ്ഞ പിന്നിലവിൽ ചിരിമഴ നനയാൻ വന്നല്ലോ കല്യാണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെ, ഞാൻ അത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഞാൻ ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല. അതാ പറഞ്ഞേ, ആഗ്രഹമുള്ളവർക്കൊക്കെ വരുന്ന പങ്കെടുക്കുക. ഗിഫ്റ്റ് ഉണ്ട് അരുണിന്റെ വക. അരുണിന്റെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചോറ് കഴിക്കുന്നവർ ബിരിയാണി കഴിക്കുമ്പോൾ ഗിഫ്റ്റ് അത്യാവശ്യം വലിയ ഗിഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റേജിലേക്ക് വരിക. ഇതാണ് കയ്യിൽ തരാൻ പോകുന്നത്. പാട്ട് പ്ലേ ചെയ്യും, നിങ്ങളിത് പാസ് ചെയ്തുകൊണ്ടിരിക്കണം. പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആരെ കയ്യിലിരിക്കുന്നു അവർ ഔട്ട്. വീണ്ടും പാട്ട് പ്ലേ ചെയ്യും, വീണ്ടും പാട്ട് പ്ലേ ചെയ്യും, വീണ്ടും നിങ്ങൾ പാസ് ചെയ്യും, വീണ്ടും പാട്ട് സ്റ്റോപ്പ് ചെയ്യും, ആരെ കയ്യിലിരിക്കുന്നു ഔട്ട്. ഓക്കെ, റെഡി? ഓക്കെ, Oh, nice! Feel our senses and our souls, so we can't ignore. Can't ignore you. Call us out from our sleep and we run to you. ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സ് മാത്രമല്ല, ഇവിടെ ഈ പ്രോഗ്രാം ഇതുപോലെ ഭംഗിയാക്കാൻ സഹായിച്ചിട്ടുള്ള ടെക്നീഷ്യൻസ്,
നമ്മുടെ ഇവന്റ് മീഡിയ ടീം, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ ഫാമിലിയുടെ പേരിലും ഇവിടെ ഉള്ള എല്ലാ എൻ്റെ കൂട്ടുകാരുടെയും പേരിൽ ഇങ്ങനൊരു മൊമെന്റ് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കൊറോണയൊക്കെ ആയതുകൊണ്ട് അങ്ങനൊരു അവസരം നമുക്ക് കിട്ടിയില്ല. ഇപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഈ കംപ്ലീറ്റ് ടീമിന് ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ നന്ദി പറയാം. താങ്ക് യു. ഓക്കെ.